ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 68/2025. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രാൻസ്. അടുത്ത ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരെ? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരെ? വാഗ്ബടാനന്ദൻ. ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ നാഷണൽ ആർമി, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സ്വരാജ് പാർട്ടി, ഗദ്ദർ പാർട്ടി, CR ദാസ്, ലാല ഹർദയാൽ, റാഷ് ബിഹാരി ബോസ്, സൂര്യ സെൻ. ഇന്ത്യൻ നാഷണൽ ആർമി, ഇന്ത്യൻ നാഷണൽ ആർമി, റാഷ് ബിഹാരി ബോസ്, ഇന്ത്യൻ നാഷണൽ ആർമി, റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സൂര്യ സെൻ. സ്വരാജ് പാർട്ടി, CR ദാസ്. ഗദ്ദർ പാർട്ടി, ലാല ഹർദയാൽ. ഇന്ത്യൻ നാഷണൽ ആർമി, റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സൂര്യ സെൻ. സ്വരാജ് പാർട്ടി, CR ദാസ്. ഗദ്ദർ പാർട്ടി, ലാല ഹർദയാൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. (2025) പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തിയാർജിച്ചത്? 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തിയാർജിച്ചത്? നൃത്തം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. 2. കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു അഹമ്മദാബാദിലെ സത്യാഗ്രഹം. 3. തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്നപരിഹാരമായിരുന്നു ഗാന്ധിജി നടത്തിയ ഗേദ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 4 എന്നിവ മാത്രമാണ് ശരി. 1ഉം 4ഉം മാത്രമാണ് ശരി. 1. നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അതുപോലെ സിവിൽ നിയമ ലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. അഹമ്മദാബാദ് മിൽ സമരം 1918 തുണിമിൽ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതുപോലെ ഗേദ സത്യാഗ്രഹം 1918 കർഷകരുടെ നികുതി ഇളവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതിനാൽ പ്രസ്താവനകൾ 2ഉം 3ഉം തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന പ്രദേശം. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന പ്രദേശം നീലഗിരി. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന പ്രദേശം നീലഗിരി. ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു. ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു. തുഷാരം. ദേശീയ ജലപാത 3 ഏതു മുതൽ ഏതു വരെയാണ് ബന്ധിപ്പിക്കുന്നത്? ദേശീയ ജലപാത 3 ഏതു മുതൽ ഏതു വരെയാണ് ബന്ധിപ്പിക്കുന്നത്? ദേശീയ ജലപാത 3 ഏതു മുതൽ ഏതു വരെയാണ് ബന്ധിപ്പിക്കുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ കൊടുത്തവയല്ല. താഴെ കൊടുത്തവയിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏവ? താഴെ കൊടുത്തവയിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏവ? ചുണ്ണാമ്പുകല്ല്, ഗ്രാനൈറ്റ്, കൽക്കരി, മാർബിൾ. ചുണ്ണാമ്പുകല്ലും കൽക്കരിയും. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1, 3. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം സ്ട്രാറ്റസ്. അനസാഗർ തടാകം ഏത് സംസ്ഥാനത്തിലാണ്? അനസാഗർ തടാകം ഏത് സംസ്ഥാനത്തിലാണ്? രാജസ്ഥാൻ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്?
വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുത സംയോജന പ്രക്രിയയാണ്. രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിക്ഷേപവും സാങ്കേതിക വിദ്യയും നീങ്ങുന്നു. ലോകത്തിലെ മിക്ക പ്രദേശങ്ങളും പരസ്പരം അടുത്ത ബന്ധം പുലർത്തുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം. വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? 9ാം പഞ്ചവത്സര പദ്ധതി. ഹരിത വിപ്ലവത്തിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഹരിത വിപ്ലവത്തിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക. 2. ഭക്ഷ്യധാന ഉൽപാദനത്തിൽ വിദേശ ആശ്രയത്വം നേടിയെടുക്കുക. 3. ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ സി 1, 3 എന്നിവ. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക, അതുപോലെ ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഭക്ഷ്യധാന ഉൽപാദനത്തിൽ വിദേശ ആശ്രയത്വം ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യം, നേടിയെടുക്കലായിരുന്നില്ല. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? പണം അച്ചടിച്ചിറക്കുന്നു. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി എ ജയതിലക്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ സിന്ദൂർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെയായിരുന്നു. 5 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത്. പ്രസ്താവന 3 തെറ്റാണ്. 10 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത്, 5 ലക്ഷം പേരല്ല. അതിനാൽ ഓപ്ഷൻ എ ആണ് ശരി, 1ഉം 2ഉം മാത്രം. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളും അവയുടെ വിവരണങ്ങളും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളും അവയുടെ വിവരണങ്ങളും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. 1. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം. 2. മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം. 3. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക. അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. 1. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം. വകുപ്പ് 30 ഡി. 2. മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം. മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം, അത് വകുപ്പ് 26. 2. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ വകുപ്പ് 18. അതുപോലെ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം വകുപ്പ് 22. 4. ആൻസർ വരുന്നത് സി ആണ്, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ,
ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താണ്? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താണ്? BR ഗവായ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന പ്രസ്താവനകൾ ഏത്? 1. 1978 വരെ സ്വത്തിനുള്ള അവകാശം ഒരു മൗലികാവകാശമായിരുന്നു. 2. ഭരണഘടനയുടെ 30A വകുപ്പ് പ്രകാരം നിലവിലുള്ള സ്വത്തിനുള്ള അവകാശം ഒരു നിയമപരമായ അവകാശം മാത്രമാണ്. 3. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് സ്വത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. ആൻസർ വരുന്നത് ഓപ്ഷൻ A 1 മാത്രം. ശരിയായ പ്രസ്താവന. 1978 വരെ സ്വത്തിനുള്ള അവകാശം ഒരു മൗലികാവകാശമായിരുന്നു. രണ്ടാമത്തെ, ഭരണഘടനയുടെ 300A വകുപ്പ് പ്രകാരം നിലവിൽ സ്വത്തിനുള്ള അവകാശം ഒരു നിയമപരമായ അവകാശം മാത്രമാണ്. ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന വകുപ്പ് 30A എന്നാണ്. അതിനാൽ ഈ പ്രസ്താവന തെറ്റാണ്. മൂന്നാമത്തെ, 1978 മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരുന്ന ജനതാ ഗവൺമെന്റിന്റെ കാലത്താണ് സ്വത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്തല്ല ഇത് സംഭവിച്ചത്. അതിനാൽ പ്രസ്താവന 3 തെറ്റാണ്. അപ്പൊ ആൻസർ വന്നത് ഓപ്ഷൻ A 1 മാത്രം. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ഇൻഷുറൻസ്. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭരണഘടന ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. 42ാമത് ഭേദഗതി, 61ാമത് ഭേദഗതി, 74ാമത് ഭേദഗതി, 91ാമത് ഭേദഗതി. 42ാമത് ഭേദഗതി മിനി ഭരണഘടന എന്നറിയപ്പെടുന്നു. 61ാമത് ഭേദഗതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. 74ാമത് ഭേദഗതി നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചത്. 91ാമത് ഭേദഗതി മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് സംബന്ധിച്ച്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1B, 2D, 3A, 4C. കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? A. ഷാജഹാൻ. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നതാരെ? സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നതാരെ? ഗവർണർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? ലാഹോർ. ഇന്ത്യൻ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി ഏതാണ്? വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, കേന്ദ്ര ചരക്ക് സേവന നികുതി, സംയോജിത ചരക്ക് സേവന നികുതി. വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയും. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം. ഇന്ത്യൻ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതികൾ വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയുമാണ്. കേന്ദ്ര ചരക്ക് സേവന നികുതിയും സംയോജിത ചരക്ക് സേവന നികുതിയും പരോക്ഷ നികുതികളാണ്. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം? 1. ഗ്രാമപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ആവശ്യാനുസരണം ഉറപ്പാക്കുക. 2. ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് വിഭവാടിത്തറ ശക്തിപ്പെടുത്തുക.
സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പദ്ധതിയിൽ ചേർക്കുക. ആൻസർ ഓപ്ഷൻ ബി 1, 2, 3. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ സർക്കാർ ധനനയത്തിന്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം? താഴെ കൊടുത്ത പ്രസ്താവനകളിൽ സർക്കാർ ധനനയത്തിന്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം? സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. 1, 2, 3. സർക്കാർ ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആര്? 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആര്? വിക്രം മിശ്രി. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി. പ്രചോദനം പദ്ധതി. 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരമേത്? 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏത്? ന്യൂഡൽഹി. എന്താണ് ക്യൂണിക്കൾച്ചർ? മുയൽ വളർത്തൽ. റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? കോശകേന്ദ്രം കണ്ടെത്തി. എന്താണ് പിനങ്ക സബ്ടെറേനിയ? ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ. ഗ്ലോബുലിൻ. രക്തത്തിലെ പ്ലാസ്മയിൽ കാണുന്ന ഒരു പ്രോട്ടീൻ ഗ്ലോബുലിൻ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? മീസിൽസ്. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗം കണരോഗം. ഭൂഗുരുത്വാകർഷണ ത്വരണം ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നുകൊണ്ടിരിക്കുന്നത് എവിടെയാണ്? ഭൂഗുരുത്വാകർഷണ ത്വരണം മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്? ധ്രുവപ്രദേശങ്ങളിൽ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് ഡാഷ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് ശ്യാനബലം. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വേഗത. ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ അജയ് ബംഗ. 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? പെരുമ്പടവം ശ്രീധരൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1. സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. 2. 18 ഗ്രൂപ്പുകളും 7 പീരിയഡുകളും ഉണ്ട്. 3. മൂലകങ്ങളെ അറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. 4. ഹൈഡ്രജൻ ആറ്റത്തിന്റെ കൃത്യമായ സ്ഥാനം നൽകിയില്ല. ഹെൻറി മോസ്ലിയുടെ ആധുനിക പീരിയോഡിക്
ആധുനിക പീരിയോഡിക് ടേബിളാണ് മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ 18 ഗ്രൂപ്പുകളും 7 പീരിയഡുകളും ഉണ്ട്. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയിട്ടില്ല എന്നത് ആധുനിക പീരിയോഡിക് ടേബിളിന്റെ ഒരു പരിമിതിയാണ്. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ബോയിൽ നിയമം. നിർവീര്യലായകമായ ജലത്തിന്റെ pH മൂല്യം 7 ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pHന് എന്ത് മാറ്റമുണ്ടാകും? നിർവീര്യലായകമായ ജലത്തിന്റെ pH മൂല്യം 7 ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pHന് എന്ത് മാറ്റമുണ്ടാകും? 7 കുറയുന്നു. 2024 രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? 2024 രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഡേവിഡ് ബേക്കർ. ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദ മൂവ് എന്ന പേര് റിപ്പോർട്ട് പുറത്തിറക്കിയത്? ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേര് റിപ്പോർട്ട് പുറത്തിറക്കിയത്? IUCN. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവന: 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. ബി. പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. പ്രസ്താവന എയും ബിയും ശരിയാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. പ്രസ്താവന എയും ബിയും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവന എ. വിലാപം, വിശ്വരൂപം തുടങ്ങിയ രചനകളിലൂടെ മലയാള കവിതയ്ക്ക് പുതിയ മുഖം നൽകിയ എഴുത്തുകാരനായിരുന്നു VC ബാലകൃഷ്ണ പണിക്കർ. VC ബാലകൃഷ്ണ പണിക്കരെ ശ്രദ്ധേയനാക്കിയ അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയായിരുന്നു മലയാള വിലാസം. എന്റെ ആൻസർ എന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന എയും ബിയും ശരിയല്ല. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവന: മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ വിഗതകുമാരൻ റിലീസ് ചെയ്തത് 1938 ആലപ്പി വിൻസെന്റ് ആയിരുന്നു വിഗതകുമാരൻ എന്ന ചിത്രത്തിന് ശബ്ദം നൽകിയത്. എയും ബിയും ശരിയല്ല. പ്രസ്താവന എയും ബിയും ശരിയല്ല. ആൻസർ എന്നത് ഓപ്ഷൻ ഡി ആണ്. എയും ബിയും ശരിയല്ല. പ്രസ്താവന എ തെറ്റാണ്. കാരണം മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം ബാലനാണ്. ഇത് റിലീസ് ചെയ്തത് 1938 ചോദ്യത്തെ സൂചിപ്പിച്ച വിഗതകുമാരൻ മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രമാണ്. ഇത് പുറത്തിറങ്ങിയത് 1928 പ്രസ്താവന ബിയും തെറ്റാണ്. വിഗതകുമാരൻ ഒരു നിശബ്ദ ചിത്രമായതുകൊണ്ട് ഇത് ശബ്ദം നൽകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രമായ ബാലൻ സംവിധാനം ചെയ്തത് S. നൊട്ടാനിയാണ്. ആലപ്പി വിൻസെന്റ് ബാലൻ എന്ന ചിത്രത്തിലെ ഒരു പ്രധാന നടനായിരുന്നു. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? ഓപ്ഷൻ ഡി കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവന: മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനായിരുന്നു. 1884 ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോന്റെ പത്രാധിപത്യത്തിൽ വടകരയിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ച പത്രമായിരുന്നു കേരള കേസരി. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവന എ ശരിയാണ്, എന്നാൽ ബി ശരിയല്ല. പ്രസ്താവന എ ശരിയാണ്, ബി ശരിയല്ല. മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനം തുടക്കം കുറിച്ചത്
ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോനായിരുന്നു. അതുകൊണ്ട് പ്രസ്ഥാന എ ശരിയാണ്. പ്രസ്ഥാന ബി ശരിയല്ല. കേരള കേസരി എന്ന പത്രം വടകരയിൽ നിന്നല്ല, കോഴിക്കോട് നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഓർ ശരിയായവ തിരിച്ചറിയുക. കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണന്മാർക്കിടയിൽ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമായി ആരംഭിച്ച യോഗക്ഷേമ സഭ നിലവിൽ വന്നത് 1908 തൃശ്ശൂരിൽ വെച്ച് ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത്. ശരിയായതോ അല്ലെങ്കിൽ ശരിയായവ. രണ്ട് പ്രസ്താവനയും ശരിയാണ്. പ്രസ്താവന എയും ബിയും ശരിയാണ്. ആൻസർ എന്നത് ഓപ്ഷൻ സി. ഡാഷിന് ഉദാഹരണമാണ് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ. ഡാഷിന് ഉദാഹരണമാണ് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. കോഡ് വ്യത്യാസപ്പെടുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. കോഡ് വ്യത്യാസപ്പെടുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. സ്റ്റാറ്റിക് വെബ് പേജ്. അടുത്ത ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏത്? മലപ്പുറം. ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് ഏത്? ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് ടെക്നോ പാർക്ക് തിരുവനന്തപുരം. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് താഴെ പറയുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാരത്തിൽപ്പെട്ടത് ഏത്? അധികാരത്തിൽപ്പെട്ടത് വ്യക്തികളെ വിളിച്ചിരുത്തി നിർബന്ധപൂർവ്വം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്തു മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കാനുള്ള അധികാരം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏത്? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം. ഓപ്ഷൻ സി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാകാം. 2012 പോക്സോ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ലൈംഗികാതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുമല്ല. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം അനുസരിച്ച് പരാതിക്കാരിയും പ്രതിയും സംയുക്തമായോ പ്രതി ഒറ്റയ്ക്കോ ഇരുകക്ഷികളും ഉപയോഗിക്കുന്നതുമായ ആസ്തികൾ, ബാങ്ക് ലോക്കറുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിക്കുക, സ്ത്രീധനം ഉൾപ്പെടെ സംയുക്തമായോ വെവ്വേറെയോ കൈവശം വെച്ചിരിക്കുന്ന മറ്റേതെങ്കിലും സ്വത്ത് മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ അന്യാധീനപ്പെടുത്തുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് താഴെ പറയുന്ന ഏത് ഉത്തരവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? 2005 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം അനുസരിച്ച് പരാതിക്കാരിയും പ്രതിയും സംയുക്തമായോ പ്രതി ഒറ്റയ്ക്കോ ഇരുകക്ഷികളും ഉപയോഗിക്കുന്നതോ ആയ ആസ്തികൾ, ബാങ്ക് ലോക്കറുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിക്കൽ, സ്ത്രീധനം ഉൾപ്പെടെ സംയുക്തമായോ വെവ്വേറെയോ കൈവശം വെച്ചിരിക്കുന്ന മറ്റേതെങ്കിലും സ്വത്ത് മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ അന്യാധീനപ്പെടുത്തുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് താഴെ പറയുന്ന ഏത് ഉത്തരവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? സംരക്ഷണ ഉത്തരവ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏത്? കാങ്കർ വാലി ദേശീയോദ്യാനം, മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ, ചൗസത് യോഗിനി ക്ഷേത്രങ്ങൾ. മേൽപ്പറഞ്ഞവയല്ല. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. -5 നിന്നും 7 നമ്പർ കുറച്ചാലാണ് -14 കിട്ടുക? 9. -5 നിന്ന് 7 നമ്പർ കുറച്ചാൽ -14 കിട്ടുക. താഴെ തന്നിരിക്കുന്നതിൽ വലുതേത്? 60ന്റെ 5/4.
ഒരു പെൻസിലിന്റെ വില 4.54 ആയാൽ അതുപോലുള്ള 30 പെൻസിലുകളുടെ വില 136.20. റീഡ് എന്നാൽ #4% R. പെയ്ഡ് എന്നാൽ $% 56 ആയാൽ റിപ്പ്. 74 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, $5.4. ഒറിയൽ റൂം ടെൻഡോൺ മസിൽസ്. ഓപ്ഷൻ സി. അരുൺ തന്റെ ക്ലോക്കിൽ 6 PM മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് സെറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ 9:15 PM ആ ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശ ഏത്? കിഴക്ക്. പ്ലസ് എന്നാൽ ഡിവിഷൻ എന്നും മൈനസ് എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ എന്നും മൾട്ടിപ്ലിക്കേഷൻ എന്നാൽ പ്ലസ് ആയാൽ 100 + 10 - 20 × 2 = ഡാഷ് 202. എഴുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്. 79. 5, 10, 15, 20, 25 എന്നീ സംഖ്യകളുടെ ശരാശരി എത്ര? 15. 80 ഡിലീറ്റ് ആണ്. ചൂസ് ദി കറക്റ്റ് ആൻസർ. Christians go to church every Sunday. Dash they. Don't they? My brother is interested dash reading science fiction. My brother is interested in reading science fiction. I have been living in this house dash the last 10 years. I have been living in this house for the last 10 years. If you study well, you dash pass the examination. If you study well, you will pass the examination. One of the boys dash absent today. One of the boys is absent today. I dash Mumbai is last year. I visited Mumbai last year. I dash my new dress on my birthday. I put on my new dress on my birthday. The antonym for amateur is dash professional. Option A. He has been elected to the dash. He has been elected to the council. Answer another option B. The synonym for amiable is dash friendly. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ശരിയായ പദം ബി അതിഥി. ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏത്? ജനനി. അങ്കുശം എന്നതിന്റെ വിപരീത പദം ഏത്? അങ്കുശം. നിരങ്കുശം. കൺ പ്ലസ് നീർ ചേർത്തെഴുതുക. കൺ പ്ലസ് നീർ ചേർത്തെഴുതുക. കണ്ണീർ. ശരിയായ വാക്യമേത്? ശരിയായ വാക്യമേത്? മുതിർന്നവരെ നാം ബഹുമാനിക്കണം. പ്രത്യുപകാരം പിരിച്ചെഴുതുക. പ്രത്യുപകാരം പിരിച്ചെഴുതുക. പ്രതി പ്ലസ് ഉപകാരം. As the seed sow the sprout. താഴെ കൊടുത്തിട്ടുള്ള സമാനമായ പരിഭാഷ ഏത്? വിതച്ചതേ കൊയ്യൂ. ഈ പദത്തിന്റെ സ്ത്രീലിംഗം ഏതാണ്? കവി. കവയിത്രി. ഓപ്ഷൻ സി. താഴെ കൊടുത്തവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം ഏത്? ആൺകുട്ടികൾ. അറിയാനുള്ള ആഗ്രഹം എന്നതിന്റെ ഒറ്റപ്പദം എടുത്തെഴുതുക. അറിയാനുള്ള ആഗ്രഹം എന്നതിന്റെ ഒറ്റപ്പദം എടുത്തെഴുതുക. ജിജ്ഞാസ. ഓപ്ഷൻ ബി. താങ്ക് യു.